നമസ്കാരം. ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വീഡിയോ നമുക്ക് കൂടുതൽ ആകർഷകമായ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ആവശ്യമാണ്. അതുപോലെ തന്നെ ക്രോമാക്കി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് അതിനായിട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഏത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ ചേഞ്ച് ചെയ്യുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ ആയിരിക്കണം. ഗ്രീൻ സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്, ഗ്രീൻ സ്ക്രീനിൽ വീഡിയോ നമുക്ക് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പച്ച തുണിയാണ്, ഒരു ഗ്രീൻ ക്ലോത്ത് ആണ്. അത് നമുക്ക് എല്ലാ തുണിക്കടകളിലും അവൈലബിൾ ആയിട്ടുള്ള, വളരെ ചെറിയ എമൗണ്ടിന് എല്ലാ തുണിക്കടകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണല്ലോ. അപ്പൊ നമുക്ക് ഇതുപോലൊരു ക്ലോത്ത് ഒരു പച്ച തുണി വാങ്ങുക, അതിങ്ങനെ സെറ്റ് ചെയ്യുക. നല്ല രീതിയിൽ കംഫർട്ടായിട്ട് അതിങ്ങനെ തുടിഞ്ഞൊന്നും കിടക്കാതെ അല്ലെങ്കിൽ പറന്നൊന്നും പോകാതെ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യുക. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ തന്നെ വേണമെന്നില്ല, വൈറ്റ് സ്ക്രീനോ ബ്ലൂ സ്ക്രീനോ ആയാലും നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വീഡിയോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണിൽ കൈൻമാസ്റ്റർ എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും വളരെ ഈസിയായി കൈൻമാസ്റ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കൈൻമാസ്റ്റർ ആപ്പ് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് പേജ് നമുക്കിവിടെ കാണാം. അതിൽ മിഡിലായി കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് വരികയാണ്. അവിടെ സെലക്ട് ആസ്പെക്ട് റേഷ്യോ എന്ന് കാണിക്കുന്നു. അതിൽ 16:9 എന്ന റേഷ്യോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് വൈഡ് സ്ക്രീനും യൂട്യൂബിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഷ്യോ 16:9 ആണ്. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് കാണുന്നു. മീഡിയ, ലെയർ, ഓഡിയോ, വോയിസ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണുകയാണ്. അതിൽ മീഡിയ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ബാക്ക്ഗ്രൗണ്ട്, ഫേവറേറ്റ്സ്, ക്ലൗഡ് സ്റ്റോറേജ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്, അത് സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ടിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ അപ്ലൈ ആകുകയാണ്. അപ്പോൾ ടൈം ലൈനിലേക്ക് ആ ബാക്ക്ഗ്രൗണ്ട് വരികയാണ്. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ടൈം ലൈനിൽ വന്നിരിക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ബാറിൽ ലോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ലോ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സെലക്ട് ആകുകയും, സെലക്ട് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ എൻഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലെങ്ത് കൂട്ടുകയും തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്താൽ ലെങ്ത് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമ്മൾ ആ സെലക്ഷൻ മാറ്റി വീണ്ടും ഓപ്ഷൻസിലേക്ക് വന്ന് ലെയർ ക്ലിക്ക് ചെയ്യുകയാണ്. ലെയറിൽ മീഡിയ ക്ലിക്ക് ചെയ്യുകയാണ്. മീഡിയ ഓർ ഇമേജ്, മീഡിയ എന്നായിരിക്കും ചിലയിടത്ത് കാണുന്നത്, അല്ലെങ്കിൽ ഇമേജ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്താൽ ഇനി നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് നമ്മുടെ വീഡിയോ ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് പുതിയ ബാക്ക്ഗ്രൗണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാം. ഏതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഏതിലേക്കാണോ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഏതും സെലക്ട് ചെയ്യാൻ നമുക്കറിയാം. വലതുവശത്ത് മുകളിൽ കാണുന്ന ടിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ അത് ടൈം ലൈനിലേക്ക് സെലക്ഷൻ ആകുകയുള്ളൂ. ഇനി നമ്മൾ ഈ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ അതിന്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് വലിച്ചു നീട്ടി ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ടിന്റെ സൈസിനോട് ഒപ്പമാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ടൈം ലൈനിലും രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ലോ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത്
അതിൻ്റെ ലെങ്ത് നമ്മൾ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഒരുപോലെ ആക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ സെലക്ഷൻ മാറ്റി വീണ്ടും ഓപ്ഷൻസിലേക്ക് പോയി ലെയർ ക്ലിക്ക് ചെയ്യുകയാണ്. ലെയറിൽ മീഡിയ ഓർ ഇമേജ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഏത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടാവും ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീഡിയോ. നമുക്ക് ഏത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ ഫോണിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോയാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ വലതുവശത്തെ മുകളിൽ ടിക്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമസ്കാരം. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ പശ്ചാത്തലമുള്ള ഒരു വീഡിയോയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ടൈം ലൈനിലേക്ക് ആ വീഡിയോ ആഡ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടും ഈ വീഡിയോയും ഒരേ റേഞ്ചിലേക്ക് ആക്കുകയാണ്. അതായത് വീഡിയോയുടെ എത്രത്തോളമാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ലെങ്ത് കറക്റ്റ് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട്സിൻ്റെയും നമ്മുടെ വീഡിയോയുടെയും ലെങ്ത് ഒരുപോലെ ആക്കുകയാണ്. അത് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് അറേഞ്ച് ചെയ്യാം. ഈ ടൈം ലൈനിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റേണ്ട വീഡിയോയിൽ ലോ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആനിമേഷൻ, ഓവറോൾ ആനിമേഷൻസ്, ക്രോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്രോമാ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ക്രോമാ കീ എന്ന ഫംഗ്ഷൻ, ആ ക്രോമാ കീ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ക്രോമാ കീ ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്രോമാ കീ ഓപ്ഷൻ അത് എനേബിൾ ആക്കുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എനേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കാനായിട്ട് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ അത് എനേബിൾ ആക്കിയിരിക്കുകയാണ്. നമുക്കറിയാം എനേബിൾ ആക്കുമ്പോൾ നമ്മുടെ വീഡിയോയിൽ ഗ്രീൻ സ്ക്രീൻ ഡിസപ്പിയർ ആകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്ക് 2 ബാറുകൾ കാണാം, 2 ബട്ടൺസ് കാണാം. അത് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമ്മളുടെ വീഡിയോയിലെ കളറും ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ക്ലാരിറ്റിയോടുകൂടി വരാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇടത്തേക്കും വലത്തേക്കും നീക്കി കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു കീ കളർ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിൽ ഡിഫോൾട്ടായിട്ട് ഗ്രീൻ ആയിരിക്കും കിടക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് ഗ്രീൻ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ആ വീഡിയോ അതിൻ്റെ പൊസിഷൻ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ട് സ്ഥലത്ത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്കത് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അത് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ടോട്ടലി ചേഞ്ച് ആയിരിക്കുകയാണ്. നമ്മൾ സെലക്ട് ചെയ്ത പുതിയ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഗ്രീൻ സ്ക്രീൻ പശ്ചാത്തലമുള്ള ഒരു വീഡിയോയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ക്രോമാ കീ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു വീഡിയോയുടെ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് സ്ക്രീനിൽ വലതുവശത്ത് മുകളിൽ നമുക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻ കാണാം, ഇങ്ങനെ കീ കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.